ഓൺലൈൻ ട്രെയിൻ ബുക്കിംഗ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിജി നായർ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ IRCTC എന്നതിൽ ഒരു ടിക്കറ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് പഠിക്കും. യാത്ര ചെയ്യുന്നതിനായി സെക്ടർ തിരഞ്ഞെടുക്കണം. ട്രെയിൻ യാത്രയും ക്ലാസും തിരഞ്ഞെടുക്കണം. യൂസർ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാനും ഈ ടിക്കറ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് തീരുമാനിക്കുവാനും. ഡെബിറ്റ് കാർഡിന്റെ ആദ്യ ഉപയോഗവും ഇത് ടിക്കറ്റ് ഓൺലൈനിൽ വാങ്ങാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ കാണിക്കാം. ഒരു ടിക്കറ്റ് വാങ്ങാൻ ആവശ്യമുള്ളത് പണമടയ്ക്കൽ, ATM കാർഡ് ഉള്ള ബാങ്ക് അക്കൗണ്ട്, ഓൺലൈൻ ട്രാൻസാക്ഷൻ ശേഷിയുള്ള ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡും ഇന്റർനെറ്റ് കണക്ഷനും ഉള്ള കമ്പ്യൂട്ടർ. ഞാൻ തിരഞ്ഞെടുത്ത രീതി ചുവടെയുള്ളതാണ്. എനിക്ക് ICICI ATM കാർഡ് ഉണ്ട്. ഇത് ഒരു വിസ ഡെബിറ്റ് കാർഡ് ആണ്. നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് വാങ്ങാം. യൂസർ നെയിം ഞാൻ Kannan_MOU എന്ന് ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യും. എനിക്ക് മുംബൈയിൽ നിന്നും പോകണം. അതിനാൽ 4 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുവാൻ അത് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് മുംബൈ സെൻട്രൽ തിരഞ്ഞെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. SURA ഞാൻ 4 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്താൽ അത് കാത്തിരിക്കുന്നു. തീർച്ചയായും എനിക്ക് സൂറത്തിൽ പോകണം. സ്റ്റേഷൻ കോഡുകൾ ശ്രദ്ധിക്കുക. BCT ബോംബെ സെൻട്രൽ, ST സൂററ്റ്. ഭാവിയിൽ എനിക്ക് BCT, ST എന്നിവ ടൈപ്പ് ചെയ്യുവാൻ കഴിയും. ഉദാഹരണത്തിന് ഇത് ഡിലീറ്റ് ആക്കുകയും BCT ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ തന്നെ വിടുക. ഡേറ്റ് ഞാൻ 23 ഡിസംബർ തിരഞ്ഞെടുക്കുന്നു. ഈ ടിക്കറ്റ്, ജനറൽ എന്നിവ പോലെ ശേഷിക്കുന്നത് തിരഞ്ഞെടുക്കാം. ഈ ടിക്കറ്റ് അല്ലെങ്കിൽ ടിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓപ്ഷൻ എന്തായിരിക്കും? വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് വിശദീകരിക്കാം. ട്രെയിനുകൾ കണ്ടുപിടിക്കുക. ട്രെയിൻ നെയിം വലതുവശത്ത് സ്ലൈഡ് ചെയ്ത് അത് കാണുന്നു. എനിക്ക് ധാരാളം ട്രെയിനുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോണ്ട് ചെറുതാക്കുവാൻ അനുവദിക്കുക. അപ്പോൾ നമുക്ക് അവയെല്ലാം കാണാവുന്നതാണ്. ഈ ട്രെയിൻ നമ്പറായ 12935 എന്നതിൽ പോകണം എന്ന് കരുതുക. സെക്കൻഡ് സിറ്റിംഗിൽ 2S എന്നതിൽ ടിക്കറ്റുകൾ ലഭ്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അത് വെയിറ്റ് ലിസ്റ്റഡ് ആണ് എന്ന് പറയുന്നു. അത് വെയിറ്റ് ലിസ്റ്റഡ് ആയാലും പ്രശ്നമില്ല. എനിക്ക് അത് ബുക്ക് ചെയ്യണം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യട്ടെ. The from station that I have selected does not exist on the route. Choose one of these എന്ന മെസ്സേജ് കിട്ടുന്നു. അതിനാൽ ബാന്ദ്ര ടെർമിനസ് തിരഞ്ഞെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. ഞാൻ അത് ബുക്ക് ചെയ്യുന്നു. ശരി, എൻ്റെ പേര് കണ്ണൻ മുതുകല്യ എന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഏജ് 53, മെയിൽ. ബെർത്ത് പ്രിഫറൻസ് ഞാൻ വിൻഡോ സീറ്റ് തിരഞ്ഞെടുക്കട്ടെ. ഞാൻ സീനിയർ സിറ്റിസൺ എന്ന ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നു. യാത്രക്കാരന്റെ വയസ്സ് 60 ആയിരിക്കണം എന്നതാണ്. ഞാൻ ഓക്കെ പറയുന്നു. ഞാൻ ഫീമെയിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പാസഞ്ചേഴ്സ് ഏജ് ഷുഡ് ബി 58 years or more എന്നതാണ്. അതിനാൽ സ്ത്രീക്ക് 58 വയസ്സും പുരുഷന്മാരിൽ 60 വയസ്സും സീനിയർ സിറ്റിസൺ എന്ന് അറിയപ്പെടുന്നു. ഒരു സീനിയർ സിറ്റിസൺ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മെയിൽ വിൻഡോ സീറ്റ് എന്നതിലേക്ക് പോകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഇമേജ് E37745A എന്നത് എൻ്റർ ചെയ്യണം. ഗോ അമർത്തുക. ഡീറ്റെയിൽസ് നൽകുന്നു. മൊത്തം തുക 99 ആണ്. ഇപ്പോൾ എനിക്ക് പേയ്മെന്റ് നടത്തണം. ഇത് ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ഈ കാർഡുകളിൽ ഒന്ന് ഉണ്ടായിരിക്കും. എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നെറ്റ് ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഡെബിറ്റ് കാർഡ്, ക്യാഷ് കാർഡ് എന്നിവ ഉപയോഗിക്കാം. മിക്ക ആളുകളുടെയും സൗകര്യത്തിനു വേണ്ടി ഞാൻ ഡെബിറ്റ് കാർഡിന്റെ ഉപയോഗത്തെ കാണിക്കുന്നു. ഇവയിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. നിർഭാഗ്യവശാൽ ICICI ബാങ്ക് കാർഡ് എനിക്ക് ഇല്ലാത്തതാണ്. എന്നാൽ ലിസ്റ്റ് ചെയ്യാത്ത വേറെ കാർഡ്, അത് വിസ ഓർ മാസ്റ്റർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. The following banks, Visa,
Master debit cards can be used to make online transactions as on date എന്ന സന്ദേശം ലഭിക്കുന്നു. ICICI ആയതിനാൽ ഞാൻ ഇത് ക്ലോസ് ചെയ്യട്ടെ, ഇവയിലൊന്ന് തിരഞ്ഞെടുക്കുക. ഞാൻ ഇത് വിസ മാസ്റ്റർ തിരഞ്ഞെടുക്കുകയാണ്, അതുകൊണ്ട് കാർഡ് ടൈപ്പ് വിസ ആണ്. എന്റെ ATM കാർഡ് നമ്പർ കാണിക്കുവാൻ ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എക്സ്പയറി ഡേറ്റ്, തുടർന്ന് CVV നമ്പർ എന്നിവയിൽ വരുന്ന 16 അക്ക നമ്പർ നിങ്ങൾ നൽകണം. നിങ്ങളുടെ കാർഡിന്റെ പിൻഭാഗത്തുള്ള 3 അക്കങ്ങൾ അവസാനത്തെ 3 അക്കങ്ങളാണ്. നിങ്ങളുടെ സിഗ്നേച്ചർ അടുത്തതാണ്. ഈ വിവരങ്ങൾ എന്റർ ചെയ്ത ശേഷം ബൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ചെയ്യുന്നു. ICICI ബാങ്കിൽ നിന്ന് താഴെ പറയുന്ന സന്ദേശം ലഭിക്കുന്നു. എനിക്ക് വാലിഡിറ്റി ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ATM പിൻ നമ്പർ എന്നിവ എന്റർ ചെയ്യണം. ഓൺലൈൻ ട്രാൻസാക്ഷന് കാർഡ് രജിസ്റ്റർ ചെയ്യണം. ഇത് എന്താണ് നിങ്ങൾക്ക് കാണുന്നത് എന്ന് കാണിക്കുവാൻ വലുതാക്കുവാൻ അനുവദിക്കുക. ഞാൻ എല്ലാം എന്റർ ചെയ്യുന്നു, എന്നാൽ ഇത് നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ കൊടുത്ത സന്ദേശം. ഞാൻ ഇപ്പോൾ ഒരു 6 അക്ക നമ്പർ നൽകുന്നു. ഇത് ശരിയായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് അത്ര വളരെ എളുപ്പമായിരിക്കില്ല, എനിക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ 2 തവണ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പാസ്വേഡ് ശരിയായി ക്രിയേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കുന്നു. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ തടയുന്നു. ഓർക്കുക, നിങ്ങൾ ഒരിക്കൽ മാത്രം ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ ഈ പാസ്വേഡ് ഉപയോഗിക്കാം. ഇത് കൺഫേം ചെയ്യുവാൻ സബ്മിറ്റ് അമർത്തുക. എനിക്ക് മെസ്സേജ് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്, the ticket has been booked. ടിക്കറ്റ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും PNR നമ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ടിക്കറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. നിങ്ങൾ ഇപ്പോൾ IRCTC അയച്ച ഓട്ടോമേറ്റഡ് ഇമെയിൽ നോക്കുന്നു. ടിക്കറ്റ് വിശദാംശങ്ങൾ ഇവിടെയുണ്ട്. വേണമെങ്കിൽ താങ്കൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകാം. ഞാൻ സ്ലൈഡുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അടുത്തത് എന്തു ചെയ്യണം? ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നു. യാത്രയ്ക്ക് മുൻപ് വെയിറ്റ് ലിസ്റ്റഡ് ടിക്കറ്റ് കൺഫേം ആകണം. വെയിറ്റ് ലിസ്റ്റഡ് ആകുമ്പോൾ എടുത്ത പ്രിന്റ് ഔട്ട് മതിയാകും. നിങ്ങൾ വീണ്ടും പ്രിന്റ് ചെയ്യേണ്ടതില്ല. ടിക്കറ്റ് ഇതിനകം കൺഫേം ചെയ്തുവെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇല്ല. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ച പ്രക്രിയ എത്രയാണ്? വ്യത്യസ്ത ATM കാർഡുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ മെത്തേഡ് ക്രെഡിറ്റ് കാർഡ്സ് എന്നതിന് സമാനമാണ്. ഓൺലൈൻ ബാങ്ക് ട്രാൻസാക്ഷൻ എന്നതിനും സമാനമാണ്. എന്നാൽ എല്ലാ രീതിയിലും മൊത്തത്തിലുള്ള നടപടിക്രമം ഒരേപോലെയായിരിക്കും. കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് വിവരങ്ങൾ നൽകുവാൻ പാസ്വേഡ് നൽകുന്നതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച താൽക്കാലിക കോഡ് ആവശ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇ-ടിക്കറ്റ് ഓർ ഐ-ടിക്കറ്റ് വേണമോ എന്നതാണ്. ആദ്യം നമുക്ക് ഇ-ടിക്കറ്റ്, അവസാന മിനിറ്റിൽ ഇത് വാങ്ങാം. ഒരു പ്രിന്റർ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആവശ്യമാണ്. എന്നിരുന്നാലും അത് നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഐഡന്റിറ്റി പ്രൂഫ് ആവശ്യമാണ്. ഐ-ടിക്കറ്റിൽ അത് കൊറിയർ വഴി അയക്കും. തീർച്ചയായും നിങ്ങൾ ഇതിന് 50 രൂപ അടയ്ക്കേണ്ടി വരും. പോസ്റ്റൽ ഡെലിവറിക്ക് നിങ്ങൾക്ക് 2-3 ദിവസം വേണ്ടിവരും. എല്ലാ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും ഡെലിവറി ലഭ്യമല്ല. ടിക്കറ്റ് കൗണ്ടറുകളിൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കൂ. ഐ-ടിക്കറ്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഐഡന്റിറ്റി പ്രൂഫ് വെക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഐഡന്റിറ്റി പ്രൂഫ്? ഫോട്ടോയോട് കൂടിയ ഗവൺമെന്റ് നൽകിയ കാർഡ് ഏതും ആകാം. പാൻ കാർഡ്, ഇലക്ഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇവയിൽ ഏതെങ്കിലും ഒന്ന്. ഞാൻ ഒരു വെബ്സൈറ്റ് തുറന്ന് വിശദീകരിക്കാം. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. നമുക്ക് സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. കൺസെഷണൽ നിരക്കുകൾ ലഭ്യമാണ്. ഒരു ഉപകാരപ്രദമായ സൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈറ്റ് സന്ദർശിക്കാം.
ഞാൻ സ്ലൈഡുകളിലേക്ക് തിരിച്ചു വരുന്നു. മുതിർന്ന പൗരന്മാർക്ക് 40% ഡിസ്കൗണ്ട് ലഭിക്കും. ഒരു മുതിർന്ന പൗരനാണ് എങ്കിൽ പുരുഷന് 60 വയസ്സും അതിനു മുകളിലും ആണ്. സ്ത്രീകൾക്ക് 58 വയസ്സും അതിനു മുകളിലും. കൺസെഷൻ ലഭിക്കുവാൻ ഒരാൾക്ക് ട്രാവൽ സമയത്ത് അതിന്റെ പ്രൂഫ് ആവശ്യമാണ്. യാത്രയിൽ കൊണ്ടുപോകേണ്ടത് എന്താണ്? നിങ്ങൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിൽ ഏതെങ്കിലും ഒരു തെളിവ്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ കോപ്പി, ഒരു ഐഡന്റിറ്റി കാർഡ് എന്നിവ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടിക്കറ്റിന്റെ കാര്യത്തിൽ തിരിച്ചറിയൽ രേഖകൾ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപയോഗപ്രദമായ ടിപ്സുകൾ ഉണ്ട്. ദയവായി മുൻകൂട്ടി ബുക്ക് ചെയ്യുക. യാത്രയുടെ സാധ്യത കുറവാണെങ്കിൽ പോലും ബുക്ക് ചെയ്യുക. ടിക്കറ്റ് റദ്ദാക്കാം. നിങ്ങൾ റദ്ദാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചു പണം നഷ്ടപ്പെടും. എന്നിരുന്നാലും ഇത് ഒരു ടിക്കറ്റ് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അവസാന നിമിഷത്തിൽ ടിക്കറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. IRCTC വെബ്സൈറ്റ് ഫാസ്റ്റ് ആകുന്ന സമയം ബുക്ക് ചെയ്യുക. സാധാരണയായി ഉച്ചയ്ക്കോ വൈകുന്നേരമോ വേഗത ഉണ്ടാകും. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 8 മുതൽ 10 AM വരെ ഒഴിവാക്കുക. അടുത്ത ട്യൂട്ടോറിയലിൽ IRCTC വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചർച്ച ചെയ്യും. കഴിഞ്ഞ ബുക്കിംഗ് എങ്ങനെ കാണും? PNR സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കും? ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്ങനെ? സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.